കിച്ചണിലേക്കാണ് വന്നത് എഴുന്നേറ്റിട്ട്. വരുമ്പോഴത്തേക്കും കാണുന്നത് ബുഹൂർ പോക്കാനുള്ള പരിപാടിയാണ്. എന്നെ കണ്ടതും അച്ചൂസ് അതവിടെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. പിന്നെ ഞാൻ തേങ്ങ എടുത്ത് വെളിയിൽ ആദ്യം തന്നെ വെച്ച്, പിന്നെ എല്ലാ റൂമിലേക്കും എല്ലാം പുകച്ച് കൊണ്ടുവച്ച് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് കയറിയത്. തുണി കഴുകാനും കുറച്ചിട്ടിട്ടുണ്ട്. അതിന് വെജിറ്റബിളൊക്കെ എടുത്ത് വെച്ച് ഇന്ന് ഒപ്പിക്കലാണ് പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പള്ളിയിൽ പോകുന്നതിന് മുന്നേ അവർക്ക് മുട്ടയും പുഴുങ്ങിക്കൊടുത്ത് ചായ ഉണ്ടാക്കി കൊടുത്ത് അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മാങ്ങാക്കറി വെക്കാനും അതുപോലെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി മാങ്ങ മുളകിട്ട് വെച്ച് അതുപോലെ തന്നെ മീൻ വറുക്കാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ മുട്ടയും പപ്പടവും വറുത്ത് ഇതെല്ലാം കൂട്ടി ഉച്ചക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച്. ഈ ചൂട് ചോറും ഈ ഒരു ചമ്മന്തി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സ്കൂളിലെ ലഞ്ച് ബോക്സ് ആലോചിച്ച് പോയി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഉമ്മച്ച തന്നിരുന്നത്. അതിൽ മീൻ കാണില്ല, മുട്ട കാണില്ല, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കോഫി ഹൗസിൽ കൂടുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വൈകി ചെല്ലാൻ വേണ്ടിയിട്ട് 5:30 പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ നല്ല നേരം വൈകിട്ടാണ് ചെന്നത്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ ഈ ആഴ്ചത്തെ കുറേ ദിവസമായിട്ടുള്ള വീഡിയോ ആണ്. ഈ ആഴ്ചത്തെ വീഡിയോ എടുക്കാനായി. വെള്ളിയാഴ്ച ഞാൻ മിക്കവാറും വീഡിയോ എടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അല്ലാതെ ഇടാനാണെങ്കിൽ പെട്ടെന്ന് ഇത് പോസ്റ്റായി പോകും കേട്ടോ വീഡിയോസൊക്കെ. അങ്ങനെ ചെറിയ വട്ടം വലിയ വട്ടമായി കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇച്ചൂസ് അഫ്നാനും ആയിട്ടിരുന്ന് കളിച്ച് പിന്നെ അവിടെ ഞങ്ങൾ സെൽഫി എടുക്കലും കത്തി വെച്ച് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ.